ഇപ്പോഴിതാ വിജയുടെ സത്യപ്രതിജ്ഞ ചടങ്ങിന് ശേഷം തൃഷ കൃഷ്ണൻ വീണ്ടും ശ്രദ്ധാകേന്ദ്രമാവുകയാണ്. അവരുടെ ആദ്യത്തെ പോസ്റ്റ് ഇന്ന് പുറത്തു വന്നിരിക്കുന്നു. അത് വൈറലാവുകയാണ്. അത് അവരുടെ ഇൻസ്റ്റാഗ്രാം ഹാൻഡിലാണ് ചിത്രങ്ങൾക്കൊപ്പം തൃഷ തൻ്റെ പോസ്റ്റ് പങ്കുവച്ചത്. സ്നേഹം എപ്പോഴും ഉച്ചത്തിലാണ് എന്ന് അവർ പറയുന്നു. ലവ് ഈസ് ലൗഡർ എന്ന് പറയുന്നു. തൻ്റെ പ്രിയപ്പെട്ട ആളുകൾക്കെല്ലാം നന്ദി എന്നവർ പോസ്റ്റിൽ വ്യക്തമാക്കുന്നു. അപ്പോൾ ലവ് ഈസ് ലൗഡർ എന്നവർ പറയുമ്പോൾ വിജയോടുള്ള തൻ്റെ പ്രണയബന്ധം തുറന്നു പറയുകയാണ് തൃഷ എന്നത് ആകുമ്പോൾ തന്നെ ആ പോസ്റ്റ് വൈറലാവുകയാണ്. ഇന്നലെ ചെന്നൈയിലെ ജവഹർലാൽ നെഹ്റു ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്ന തമിഴ്നാട് മുഖ്യമന്ത്രിയുടെ ഔദ്യോഗികമായ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ തൃഷ എത്തിയിരുന്നു. അവിടെയും വാർത്തകളിൽ ശ്രദ്ധാകേന്ദ്രം തൃഷ ആയിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. എന്നാൽ തൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ ഇങ്ങനെ തൃഷ ഇത് പങ്കിടുമ്പോൾ അത് അവരുടെ ബന്ധത്തെ സംബന്ധിച്ചുള്ള ആ കിംവദന്തികൾക്കൊക്കെ ഒരു തടയാകാം. ഒരു പക്ഷേ അത് ഒരു പുതിയ തുറന്നു പറച്ചിലാകാം. ഏതായാലും 2025 ഇത്തരം കിംവദന്തികളൊക്കെ ആരംഭിച്ചത്. വിജയുടെ ഭാര്യ സംഗീത സ്വർലിംഗത്തിന് ആണ് അവർ ഒരു വിവാഹമോചനവുമായി രംഗത്ത് വന്നതോടുകൂടിയാണ് ഇത്തരം റിപ്പോർട്ടുകളൊക്കെ പുറത്തു വന്നത്. അതിനെ ചൊല്ലി ഈ നടിയുമായുള്ള ബന്ധം വലിയ തോതിൽ ചർച്ചയാവുകയൊക്കെ ചെയ്തിരുന്നു. അത് ഗോസിപ്പ് കോളങ്ങളിൽ നിറഞ്ഞിരുന്നു. ഏതായാലും അവരന്ന് അതിനെ സംബന്ധിച്ചുള്ള ഒരു ഔദ്യോഗിക പ്രതികരണമൊന്നും വന്നില്ല. പക്ഷേ ഇപ്പോഴിതാ ഏറ്റവും ഒടുവിൽ ആ വിഷയങ്ങൾ കൂടുതൽ ചർച്ചയാകുന്നു. മറ്റൊരു വിവാദം ഇന്ന് തമിഴ്നാട്ടിൽ പൊട്ടിപ്പുറപ്പെട്ടിട്ടുള്ളത് അവിടെ പ്രശസ്ത എഴുത്തുകാരനും തിരക്കഥാകൃത്തുമായിട്ടൊക്കെ ആയിട്ടുള്ള മനു ജോസഫാണ് ഇന്ന് ഒരു വിവാദത്തിന് തിരികൊളുത്തിയിരിക്കുന്നത്. ഇന്നലെ വിജയ് തൻ്റെ സത്യപ്രതിജ്ഞ ചടങ്ങിൽ ഒരു കാര്യം പറഞ്ഞിരുന്നു. കുട്ടിക്കാലത്തൊക്കെ താൻ ദാരിദ്ര്യം അനുഭവിച്ചിരുന്നുവെന്ന്. അപ്പോൾ കുട്ടിക്കാലത്ത് അങ്ങനെ ഒരു ദാരിദ്ര്യവും വിജയ് അനുഭവിച്ചിരുന്നില്ല എന്നാണ് ഇപ്പോൾ ഈ എഴുത്തുകാരൻ്റെ പ്രതികരണം. വിജയുടെ കപടതയാണ് ആ കഴിഞ്ഞ ദിവസം അങ്ങനെ പറയാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത് എന്ന് ഇവിടെ വ്യക്തമാക്കുന്നു. അതോടൊപ്പം തന്നെ ഈ എക്സ് ഹാൻഡിലാണ് ഇത്തരമൊരു പ്രതികരണം വന്നത്. ചെന്നൈയിലെ ലയളോ സ്കൂളിൽ 3ാം ക്ലാസ്സിൽ തൻ്റെ ബാച്ച്മേറ്റായിരുന്നു വിജയ് എന്ന് മനു പറയുന്നു. കൂടുതൽ തന്നെ തമിഴ് സൂപ്പർ സ്റ്റാറിനെ തനിക്ക് കൂടുതലായി അടുത്ത് അറിയാം എന്നാണ് മനു ജോസഫ് പറയുന്നത്. തമിഴ്നാട് മുഖ്യമന്ത്രിയായി ശേഷമുള്ള വിജയുടെ പ്രസംഗത്തിൽ ദാരിദ്ര്യത്തിലാണ് വളർന്നതെന്ന് പറഞ്ഞിരുന്നു. വിശപ്പെന്താണ് എന്നറിയാമെന്ന് ഒക്കെ വിജയ് പറഞ്ഞിരുന്നത്. ലയളോ സ്കൂളിൽ 3ാം ക്ലാസ്സിൽ സഹപാഠിയായിരുന്ന സമയത്ത് വിജയെ തനിക്കറിയാം. അതുകൊണ്ട് മനു ജോസഫ് പറയുന്നത്, വിജയ് പറയുന്നത് അസംബന്ധമാണ്. മകനെ ഒരു സിനിമയിൽ ഒരു കരിയറിനായി സജ്ജമാക്കിയ ഒരു ചലച്ചിത്ര നിർമ്മാതാവായിരുന്നു അദ്ദേഹത്തിൻ്റെ അച്ഛൻ എന്ന് സഹപാഠി പറയുന്നു. വിജയുടെ പിതാവും മുതിർന്ന ചലച്ചിത്ര നിർമ്മാതാവുമായ എസ് എ ചന്ദ്രശേഖരനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ജോസഫ് എഴുതുന്നു. അതോടൊപ്പം തന്നെ മിക്ക ചലച്ചിത്ര പ്രവർത്തകരെ പോലെയും അദ്ദേഹത്തിൻ്റെ അച്ഛനും ചിലപ്പോഴൊക്കെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വരാനൊക്കെ സാധ്യതയുണ്ട്. പക്ഷേ അത് തമിഴ്നാട്ടിലെ ദാരിദ്ര്യവുമായി അതിനെ തുലനം ചെയ്യാൻ പാടില്ല എന്ന് അദ്ദേഹം പറയുന്നു. കാരണം ചില സമ്പന്നന്മാർ അവർക്ക് ചില ഘട്ടങ്ങളിൽ സാമ്പത്തിക പ്രതിസന്ധികൾ വരും. അത് അവർ ഒരുപക്ഷെ സുഹൃത്തുക്കളുണ്ട്, അവർക്കതിനുമായുള്ള ബന്ധങ്ങളുണ്ട്, അവർക്ക് അതിജീവിക്കാൻ കഴിയും. അതുപോലെയല്ല യഥാർത്ഥത്തിൽ തെരുവിൽ ദരിദ്രനായി ജനിച്ച് ജീവിച്ച് മരിക്കുന്ന ഒരാളുടെ കാര്യം എന്ന കൂടിയാണ് അവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോൾ ദാരിദ്ര്യത്തിൽ നിന്ന് മുക്തരാകുന്നു താൻ വന്നു എന്നൊക്കെ പറയുന്നത് വലിയ ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നു എന്നാണ് ഈ വിജയുടെ സഹപാഠിയുടെ ഒരു നിലപാട്. ഏതായാലും 1974 വിജയ് ജനിക്കുന്നത്. അപ്പോൾ ആ ജനിക്കുന്നത് വരെ വിജയുടെ പിതാവ് ഒരു അസിസ്റ്റന്റ് ഡയറക്ടറായിരുന്നു. 78 അദ്ദേഹം ഒരു സംവിധായകനായി. 84 തൻ്റെ പിതാവിൻ്റെ ആക്ഷൻ ക്രൈം ചിത്രമായ വെട്രിയിൽ ബാലതാരമായി വിജയ് അരങ്ങേറ്റം കുറിച്ചു. 92 അവിടെ പുറത്തിറങ്ങിയ നാളെ തീർപ്പിൽ വിജയ് നായകനായി എത്തി. അങ്ങനെ ആ കഥയൊക്കെ അവിടെ അദ്ദേഹം പറയുമ്പോൾ അതൊരു ബാലതാരമായി അഭിനയിച്ച് പിന്നീട് ഒരു ബോക്സ് ഓഫീസ് വിജയമായി മാറുന്ന കാലഘട്ടത്തിൽ വരെ അങ്ങനെ വലിയ ഒരു ദാരിദ്ര്യം എന്തെന്നറിയാനുള്ള ഒരു സാഹചര്യം അദ്ദേഹത്തിന് ഉണ്ടായിട്ടില്ല എന്ന് പറയുകയും ചെയ്യുന്നു. അപ്പോൾ ഈ വിജയുടെ അവകാശവാദം വലിയ തോതിൽ ചർച്ചയാകുന്നു. അപ്പോൾ വിജയ് പഠിച്ച കാലത്തുള്ള അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകനാണ് ഇത്തരത്തിൽ ഒരു അഭിപ്രായമായി വരുന്നത്. അപ്പോൾ ഒരു വശത്ത് സുഹൃത്ത് എന്ന നിലയിൽ തൃഷയുടെ പോസ്റ്റ് ചർച്ചയാകുമ്പോൾ മറുവശത്ത് തൻ്റെ സഹപാഠിയുടെ പോസ്റ്റും ചർച്ചയാവുകയാണ്. വിജയ് പറഞ്ഞത് താൻ
രാജപരമ്പരയിൽ നിന്ന് വന്നയാളൊന്നുമല്ല, തനിക്ക് ജനങ്ങളുടെ ബുദ്ധിമുട്ട് അറിയാമെന്ന്. പക്ഷേ അത് ഒരു സിനിമ സ്റ്റൈൽ ഡയലോഗ് മാത്രമാണെന്ന തരത്തിലേക്ക് ഉള്ള വിവാദങ്ങളും വരികയാണ്. ഏതായാലും ഇതൊക്കെ തമിഴ്നാടിൻ്റെ രാഷ്ട്രീയത്തെ കൂടുതൽ കലുഷിതമാക്കുകയാണ്. വരാനിരിക്കുന്ന ദിനങ്ങളിൽ വിജയ്ക്ക് ഇനിയും കൂടുതൽ പ്രതിസന്ധികൾ നേരിടേണ്ടി വരും. ഒപ്പം തന്നെ പിന്തുണയ്ക്കുന്നവരുടെ എണ്ണവും വർദ്ധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഏതായാലും നാളെയും ഈ തെരഞ്ഞെടുപ്പുമായി അനുബന്ധപ്പെട്ടുകൊണ്ടുള്ള ചിത്രങ്ങൾ കൂടുതൽ പ്രേക്ഷകർക്ക് മുന്നിലെത്തിക്കാൻ ഇലക്ഷൻ ചാനൽ ഉണ്ടാകും. ഇന്നത്തേക്ക് വിട. ഗുഡ് ബൈ, ഗുഡ് നൈറ്റ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.